ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്. ഇന്നൊരു ബിരിയാണി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു റാവുത്ത സ്റ്റൈൽ ബിരിയാണിയാണ്, പക്ഷേ എൻ്റെ സ്റ്റൈലിലേക്ക് അതൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ആവശ്യമായി ചില്ലി ചിക്കൻ മസാല, കുറച്ച് കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കോൺഫ്ലവർ പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഒരു എഗ്ഗ്, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ തിരുമ്മി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ ലെമൺ ജ്യൂസും കൂടെ. ഇത് ചിക്കൻ പൊരിച്ചെടുക്കാനാണ് കേട്ടോ. ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അതാണ് ഞാൻ കുറച്ച് മാറ്റി പിടിക്കേണ്ടതെന്ന് പറഞ്ഞത്. അങ്ങനെ പൊരിക്കാനുള്ള മസാലയൊക്കെ തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു. ചിക്കൻ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് രണ്ടാമതൊരു സെറ്റും കൂടെ ഇടാനുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ട് പൊരിച്ചെടുത്തു. ഇനി ഈ ബാക്കി വന്ന എണ്ണയിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എണ്ണ അങ്ങനെ ബാക്കി വരില്ല, നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യം വരില്ല. കൂടെ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. കൂടെ തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, ടൈം കൺസ്യൂം ചെയ്ത് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അത്രയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ചിക്കൻ കറി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ജോലിക്ക് പോകുന്നവർക്ക്, അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ തയ്യാറാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ കുക്കറിലിട്ടിട്ടൊന്ന് വഴറ്റിയതാണ്. അത് ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ ഇതിൽ ഒരുപാട് എണ്ണയുള്ള പോലെ തോന്നുകയാണെങ്കിലും ഇത് വഴന്ന് കറിയൊക്കെ സെറ്റായിട്ട് വരുമ്പോൾ പക്ക കറക്റ്റ് എണ്ണയായിരിക്കും നമുക്കിത് കാണുമ്പോൾ തോന്നുകയാണ്. കൂടെ തന്നെ നമ്മൾ അപ്പുറത്തൊരു ഉരുളിയിൽ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസും റെഡിയാക്കുന്നുണ്ട്. ആദ്യം തന്നെ പട്ട, ഗ്രാമ്പൂ, നക്ഷത്രം, ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഉള്ളി, പച്ചമുളക് ജസ്റ്റ് ഒന്ന് നടുവേ ഒന്ന് കുറച്ച് കീറിയിട്ട് കൊടുത്താൽ മതി. അത് അരിയുടെ കൂടെ വെന്ത് ഉടഞ്ഞ് സെറ്റായി വരുമ്പോൾ അതിൻ്റെ എരിവൊക്കെ നല്ലോണം അതിലേക്ക് പിടിക്കും. അതിനുശേഷം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒന്ന് നമ്മൾ അരച്ചെടുത്തിട്ട്, കുറച്ച് ചെറിയുള്ളി, ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ട് ഒന്ന് അരച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് പറഞ്ഞാൽ പാത്രത്തിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് പിടിക്കും. ഇതപ്പം തന്നെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയില, പുതിനയില, ഇതും ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വഴന്ന ശേഷം നമുക്കിതിനാവശ്യമായ പൊടികളും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് 1 കിലോ അരിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഐറ്റംസും കൂട്ടി കൊടുക്കണം. നമ്മൾ അരിയുടെ ക്വാണ്ടിറ്റി കൂട്ടുന്നതിനനുസരിച്ച് വെജിറ്റബിൾസിലാണെങ്കിലും മസാല ഐറ്റംസിലാണെങ്കിലും എല്ലാം ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി എടുക്കുകയാണെങ്കിൽ ഒരു 3/4 സ്പൂണോളം, എരിവിനനുസരിച്ച് കേട്ടോ, ഞങ്ങളിവിടെ അത്യാവശ്യം എരിവ് കഴിക്കും, ഒരു 3/4 സ്പൂണോളം കാശ്മീരിയും എടുക്കാം. നല്ല കളറ് കിട്ടും ബിരിയാണിക്ക്. റാവുത്ത സ്റ്റൈൽ ബിരിയാണി ആകുമ്പോൾ കുറച്ച് കളറ് കൂടുതൽ വേണമല്ലോ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം പോകും പോലെ നമ്മൾ വഴറ്റിയെടുക്കണം. അങ്ങനെ അതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കണം. പുളിയുള്ള തൈരാണെങ്കിൽ അതിൻ്റെ പുളിക്കനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാനും കുറയ്ക്കാനും ശ്രമിക്കണം. അരിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള വെള്ളവും അതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയും കൂടെ നോക്കാം. അതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി എല്ലാം നല്ല വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ഒരു 4 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം ചില്ലി ചിക്കൻ മസാല, ചിക്കൻ പൊരിക്കാൻ എടുക്കുന്ന മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറി അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 kg ആണ് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഈ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഇളക്കി യോജിപ്പിച്ച്. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒന്ന് ഈ മസാലയിലും എണ്ണയിലൊക്കെ ഒരു 5 മിനിറ്റ് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഒന്ന് വഴന്ന് അല്ലെങ്കിൽ ഒന്നിങ്ങനെ മുറുകിയ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വേവാൻ വയ്ക്കാം. ഇവിടെ ബിരിയാണിക്കുള്ള വെള്ളവും തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ച ശേഷം നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്ക നാരങ്ങയും യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ ഉണക്ക നാരങ്ങ എടുക്കാത്തത് കൊണ്ടാണ് ഒരു 1/2 ലെമൺ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജ്യൂസ്.
അരി വെന്ത് 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ആക്ച്വലി റാവുത്തർ ബിരിയാണിയിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. ബിരിയാണിക്ക് വേണ്ട മസാലകളെല്ലാം ആയ ശേഷം അതിലേക്ക് അവർ ചിക്കൻ ഇട്ട് അത് വെള്ളമൊഴിച്ച് ഒരു പകുതി വേവാകുമ്പോഴാണ് അരിക്ക് ആവശ്യമായ വെള്ളമൊഴിച്ച് അതിലേക്ക് അരിയിട്ട് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. പക്ഷേ എനിക്ക് അതിനേക്കാളും താല്പര്യം ഇങ്ങനെ ബിരിയാണിയിലേക്ക് ചിക്കൻ പൊരിച്ച് വയ്ക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അതിലേക്ക് ആവശ്യമായ മല്ലി, കറിവേപ്പില, പുതിനയില എല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ദം ചെയ്യാൻ വെക്കാം. സാലഡ് കൂടെ വേണമല്ലോ, അപ്പോൾ സാലഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കാണ്. അതിനുവേണ്ടി ഉള്ളി, കുക്കുംബർ, ക്യാരറ്റും തക്കാളിയും ചിലരിടാറുണ്ട്, ഞാനിതിലിട്ടിട്ടില്ല. അപ്പോൾ മല്ലിയില, പച്ചമുളക് ഇത്രയും ഇട്ട് ഉപ്പും ഇട്ട് അതിലേക്ക് കുറച്ച് തൈര് കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ടിയുള്ള തൈരാട്ടോ എടുത്തിട്ടുള്ളത്. അതാണ് സാലഡിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. നല്ലൊരു കുറുകിയ കൺസിസ്റ്റൻസി ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിരിയാണിയും ചിക്കനും ഒക്കെ റെഡിയായി. ഞാനിത് റെഡിയായ ശേഷമുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി നമ്മളിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. കൂടെ ആർഭാടത്തിന് വേണ്ടി മാത്രം ഒരു പുഴുങ്ങിയ മുട്ട കൂടി വെച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കി എല്ലാവർക്കും നല്ല ഇഷ്ടമായി.